السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهمة വമിൻ കുല്ലി ഐനിൻ ലാമ്മ. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ധാരാളം ആളുകൾ പല മേഖലയിൽ പ്രയാസപ്പെടുന്നവർ. അല്ലാഹുവേ, അല്ലാഹു അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അവരെ ബുദ്ധിമുട്ടുകൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. ഇന്നലത്തെ മജ്ലിസ് നമ്മൾ കടത്തിന്റെ പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ വസിയത്തുകൾ അറിയിക്കാൻ പറഞ്ഞ സമയത്ത് ധാരാളം ആളുകൾ ആ കമന്റ് സെക്ഷൻ എടുത്തു നോക്കിയാൽ അറിയാം, കടത്തിൽ പ്രയാസപ്പെടുന്ന തങ്ങളെ 10, 20, 30, 40 ലക്ഷം കടങ്ങളുള്ളവർ, കോടിക്കണക്കിന് കടങ്ങളുള്ളവർ. തങ്ങളെ പ്രയാസമാണ്. എന്തു പറഞ്ഞാലും ഞങ്ങൾ ചെയ്യാം, എന്ത് അമല് പറഞ്ഞാലും ഞങ്ങൾ സ്വീകരിക്കാം, ഹൃദയത്തോട് ചേർത്ത് വെക്കാം, ഞങ്ങളത് ഇരു കരങ്ങൾ നീട്ടി ഞങ്ങൾ സ്വീകരിക്കാമെന്ന് പറയുന്നവർ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ അറിയാം. അത്രയും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ഇടങ്ങേറിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ. അല്ലാഹുവേ, അവരെ പ്രയാസം നീ തീർത്തു കൊടുക്കണേ അല്ലാ. ആരെല്ലാമാണോ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത് അല്ലാഹു അവരെ പ്രയാസം നീ തീർത്തു കൊടുക്കണേ അല്ലാ. അവരെ ബുദ്ധിമുട്ടുകൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അവർക്ക് ജീവിതത്തിൽ മനസ്സമാധാനം നീ നൽകണേ അല്ലാ. ഖൈറിന്റെ കവാടം അല്ലാഹുവേ അവരെ കൊള്ള നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഇസ്മിനെ പറ്റിയാണ്. ചെറിയ ഇസ്മ, ഒരു കുഞ്ഞൻ ഇസ്മിനെ പറ്റി. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 99 നാമങ്ങളാണ്. അല്ലാഹുക്ക് 99 നാമങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 99 നാമങ്ങളാണ് അസ്മാഉൽ ഹുസ്ന. അല്ലാഹ് എന്നുള്ളതൊരു നാമമാണ്. അതുകൂടാതെ 99 നാമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 99 നാമങ്ങൾ. അതിൽപ്പെട്ട ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു നാമം, ഒരു അത്ഭുതകരമായിട്ടുള്ള നാമം. നമ്മളെല്ലാവരും നമ്മളെ സമീപിക്കുന്നവര് ആഗ്രഹങ്ങൾ പൂവണിയാൻ തങ്ങളെ വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാണ്. എനിക്ക് ഇന്നാലിനൊരു ആഗ്രഹം പൂവണിയണം, ഞാൻ അതിന് ഏത് അമലാണ് സ്വീകരിക്കേണ്ടത്, ഏത് ദിക്റാണ് ചൊല്ലേണ്ടത്, ഏത് ഇസ്മിനെയാണ് പതിവാക്കേണ്ടത്, എത്ര എണ്ണത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത്ഭുതകരമായിട്ട് പൂവണിയുന്നതായി നിങ്ങൾക്ക് കാണാം. ഈ ഇസ്മ ആരെങ്കിലും ഈ എണ്ണത്തിൽ, ഈ അതത് അനുസരിച്ച്, ഈ എണ്ണമനുസരിച്ച് ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ട് നിങ്ങളെ കാര്യങ്ങൾ പൂവണിയുന്നതായി നിങ്ങൾക്ക് കാണാം. അത്ഭുതകരമായിട്ട് നിങ്ങളെ മുറാദുകൾ ഹാസിലാകുന്നതായിട്ട് കാണാം. അത്രയും പവർഫുൾ ആണ് എൻ്റെ മുഅ്മിനീങ്ങളെ അസ്മാഉൽ ഹുസ്ന. അത് വെച്ച് എന്തും നിങ്ങൾക്ക് ചോദിക്കാം, അല്ലാഹുവിനോട് എന്തും ചോദിക്കാം. അതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉ ബിഹാ. നിങ്ങൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് ചോദിക്ക്, ഞാൻ ഉത്തരം നൽകാം. അല്ലാഹു തന്നെ പറയാണ്, നിങ്ങൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്യ്, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അതുകൊണ്ട് ഒരു അത്ഭുതകരമായിട്ടുള്ള ഈ ഇസ്മ ഇത്ര എണ്ണത്തിൽ ആരെങ്കിലും ചൊല്ലി അല്ലാഹുവിനോട് അവന്റെ മുറാദുകൾ പടച്ച തമ്പുരാന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചാൽ, പടച്ച തമ്പുരാൻ അവന്റെ മുറാദുകൾ ഉണ്ടാവും, അവന്റെ ഉദ്ദേശങ്ങൾ ഉണ്ടാവും, ആഗ്രഹങ്ങൾ ഉണ്ടാവും. അത് അല്ലാഹുവിന്റെ മുന്നിൽ വെച്ച് ഈ ഇസ്മിനെ ചൊല്ലി ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ
മുറാദുകൾ അത്ഭുതകരമായിട്ട് പോണിയുന്നതായി കാണാം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ച അത്ഭുതകരമായിട്ടുള്ള ഈ ഇസ്മ ചെറിയ ഇസ്മാണ്, ചെറിയൊരു ഇസ്മാണ്. ഇതൊരു മുജറബാണ്. ഞാൻ പറയാൻ കാരണമുണ്ട്. ഇതൊരു മുജറബാണ്. മുജറബ് എന്ന് പറഞ്ഞാൽ അനുഭവസ്ഥര് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണ്, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണ്. ഞാൻ കൺസൾട്ടിങ്ങിന് ഇരുന്ന സമയത്ത് ഒരു സഹോദരൻ വലിയതായിട്ട് ബുദ്ധിമുട്ടായിട്ട് എന്നെ സമീപിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, തങ്ങളെ വലിയ പ്രയാസത്തിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്, ജോലിയില്ല. അദ്ദേഹത്തിന്റെ പ്രയാസം ജോലിയില്ല, 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്. അറ്റിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ എനിക്കൊരു ഹൈറായൊരു ജോലി വേണം. എനിക്ക് ജോലിയില്ലാതെ വീട്ടിലാണ് കുറച്ച് മാസങ്ങളായി. അതിൻ്റെ ഇടയിലാണ് തങ്ങളെ മജ്‌ലിസ് കണ്ടത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അദ്ദേഹത്തിനോട് ഒരു ഇസ്മിനെ പതിവാക്കാൻ പറഞ്ഞു. ആ ഇസ്മാണ് മുഅ്മിനീങ്ങളെ ഞാൻ ഈ പറയുന്ന ഇസ്മ. പടച്ച തമ്പുരാന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ അത്ഭുതകരമായിട്ടുള്ള ഇസ്മ. പിന്നീട് ഒരിക്കൽ അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്ന് സന്തോഷം അറിയിച്ചു, തങ്ങളെ ഒരു ഹൈറായ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്, പ്രയാസങ്ങളൊന്നുമില്ലാതെ നാട്ടിൽ തന്നെ ഒരു നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല, റാഹത്താണ്. ആ സന്തോഷം അറിയിക്കാനാണ് ഞാൻ വന്നത്. ആ സന്തോഷം അറിയിക്കാനാണ് അദ്ദേഹം പിന്നീട് ഒരിക്കൽ എൻ്റെ അടുത്തേക്ക് വരികയുണ്ടായി. കാരണം എന്താണ്? അദ്ദേഹം ഇതങ്ങോട്ട് ചൊല്ലി ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി, അല്ലാഹുവേ ഞാൻ ഇത്ര പ്രയാസത്തിലാണ്, അല്ലാഹു നമ്മളെ തേട്ടം അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല മുഅ്മിനീങ്ങളെ, നമ്മൾ പൊട്ടിക്കരഞ്ഞു പറഞ്ഞാൽ അല്ലാഹുക്ക് അത് കേൾക്കാതിരിക്കാൻ പറ്റൂല. നമ്മളെ യജമാൻ അത് കേൾക്കാതിരിക്കാൻ പറ്റൂല. അടിമ സങ്കടപ്പെട്ടുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിനായിട്ടൊരു കാര്യം പറയുമ്പോൾ അതും അള്ളാഹുവിന്റെ ഇസ്മിനെ ചോദിച്ചിട്ട്, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ ഇസ്മിനെ ചോദിച്ചുകൊണ്ട് അവനവന്റെ മുറാദ് അള്ളാഹുവിനോട് ചോദിക്കുന്ന സമയത്ത് ഈ അതത് ഈ എണ്ണമനുസരിച്ച് ചോദിക്കുന്ന സമയത്ത് അള്ളാഹ്ക്ക് അത് സ്വീകരിക്കാതിരിക്കാൻ പറ്റൂല. അള്ളാഹു ഒരിക്കലും അത് തട്ടിക്കളയൂല മുഅ്മിനീങ്ങളെ. അങ്ങനെ ഈ സഹോദരൻ ചോദിച്ചു, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാതിരാ സമയത്ത് അദ്ദേഹം എന്നോട് പറയാണ്, ഞാൻ തഹജ്ജുദിന്റെ സമയത്താണ് ഞാൻ ഈ ഇസ്മിനെ ചൊല്ലിയത്. തങ്ങൾ പറഞ്ഞ ഈ ഇസ്മിനെ ഞാൻ തഹജ്ജുദിന്റെ സമയത്ത് പൊട്ടിക്കരഞ്ഞ ഒരു പ്രാവശ്യം അദ്ദേഹത്തിനോട് ഒരു സമയം ഞാൻ ചൊല്ലാൻ പറഞ്ഞത്. അദ്ദേഹം ഇങ്ങനെ ചൊല്ലി. അങ്ങനെയാണല്ലോ ഒരു ഇസ്മിന് നമുക്ക് കിട്ടുന്ന സമയത്ത് ഇത് വലിയ ഉത്തരം കിട്ടിയിട്ടുണ്ട്, ഇത് മറ്റുള്ളവർക്ക് ഉത്തരം ലഭിച്ചതാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ ഒരു ഇസ്മിനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് ചൊല്ലാൻ ഒരു ആക്റ്റീവാണ്. അദ്ദേഹം ഇങ്ങനെ ചൊല്ലി. ഞാനൊരു സമയത്താണ് പറഞ്ഞതെങ്കിലും അദ്ദേഹത്തോട് പറയാണ്, ഞാൻ തഹജ്ജുദിന്റെ സമയത്ത് തഹജ്ജുദിന് എഴുന്നേറ്റ് ഞാനിങ്ങനെ ചൊല്ലാൻ തുടങ്ങി, തങ്ങളെ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ചൊല്ലാൻ തുടങ്ങി. അപ്പോഴാണ് പിന്നീട് ഒരിക്കൽ എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ സുഹൃത്ത് എനിക്ക് വിളിച്ചു പറയാണ്, ഈ ജോലിയുടെ കാര്യം പറഞ്ഞു. ഞാൻ അറ്റൻഡ് ചെയ്തു, അൽഹംദുലില്ലാഹ് എനിക്ക് കിട്ടി. ഇപ്പൊ അൽഹംദുലില്ലാഹ് റാഹത്താണ് തങ്ങളെ. ഇപ്പൊ ഒരു പ്രയാസം, എൻ്റെ ഒരു വലിയൊരു പ്രയാസം ജോലിയായിരുന്നു. കാരണം എൻ്റെ മക്കൾ എനിക്ക് നോക്കണം, ഭാര്യ നോക്കണം, ആരും സഹായിക്കാനില്ല. അദ്ദേഹമാണെങ്കിൽ ഒരു വാടക വീട്ടിലുമാണ്. വാടക കൊടുക്കണം. വലിയ പ്രയാസത്തിലും വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. അങ്ങനെയാണ് നമ്മളെ സമീപിക്കുകയും അതിന്റെ കാര്യങ്ങൾ ഈ ഇസ്മ അദ്ദേഹം ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ഓരോരോ ഇസ്മുകൾ നമ്മൾ പറയുന്ന സമയത്ത് അത് ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മുഅ്മിനീങ്ങളെ ഈ എണ്ണത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരിക്കലും അല്ലാഹു തട്ടിമാറ്റൂല. അതിനുള്ള ഉത്തരം അല്ലാഹു നൽകും. ഓരോരോ ഇസ്മുകള് ഓരോരോ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഈ ഇസ്മ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനാണ്. ഈ ഇസ്മിന് നമ്മൾ ചൊല്ലുന്നത് ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ. ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഓരോരോ മുറാദുകൾ. നല്ല ഹൈറായ ജോലി ലഭിക്കണം, മക്കൾക്ക് ഹൈറായൊരു വിവാഹബന്ധം ഇണയെ ലഭിക്കണം, വിവാഹബന്ധം ഉണ്ടാവണം, മക്കൾക്കൊരു ഹൈറായൊരു ഇണയുണ്ടാവണം,
കല്യാണം റാഹത്തായിട്ട് നടന്നു കാണണം. ആഗ്രഹമുള്ളവരുണ്ടാകും, ആഗ്രഹിക്കുന്നവരുണ്ടാകും, വിവാഹം നടക്കാതെ പ്രയാസപ്പെടുന്നവരുണ്ടാകും. നല്ല ഹൈറായ ഒരു ഇണയെ കിട്ടാൻ ഈ ഇസ്മ ചൊല്ലിയാ മതി. ഹൈറായ ജോലി ലഭിക്കാൻ, വീടില്ലാത്തവര് ഒരു ഹൈറായ ഒരു ഭവനം ഉണ്ടാവാൻ, സന്താനമില്ലാത്തവര് സന്താനഭാഗ്യം ഉണ്ടാവാൻ, അങ്ങനെ ധാരാളം മുറാദുകള് നമ്മളെ മനസ്സിലുണ്ടാകും. ഹൈറായ ജോലി ലഭിച്ചു, അതിൽ സാലറിയിൽ വർധനമുണ്ടാവാൻ, ആ ജോലി നിലനിന്ന് കിട്ടാൻ, ജോലിയിലെ പ്രയാസങ്ങളും തടസ്സങ്ങളും ഇല്ലാതിരിക്കാൻ, ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അത് വിജയകരമായി പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കടങ്ങളുള്ളവര് അതൊന്ന് വീഡിയോ ഒന്ന് കാണാൻ ധാരാളം ആളുകള്, കടത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. കടമൊന്ന് വീടിക്കിട്ടാൻ ഒരു സമയം നമ്മൾ തെരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് ചൊല്ലിക്കൂടെ മുഅ്മിനീങ്ങളെ, ഈ ഇസ്മിനെ ചൊല്ലിക്കൂടെ? നമ്മൾ ആഗ്രഹങ്ങൾ പൂവണിയാനല്ലേ ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ വെച്ച് എല്ലാവരും ഇൻഷാ അല്ലാഹ് പറയും. ഞാൻ ചൊല്ലാൻ തങ്ങളെ ഈ ചെറിയൊരു ഇസ്മല്ലേ, അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ ചെറിയ ഇസ്മല്ലേ ഞാൻ ചൊല്ലാം. ഞാൻ ഇരു കരങ്ങൾ നീട്ടി ഞാൻ ഇത് സ്വീകരിച്ചു. ഇൻഷാ അല്ലാഹ് അറിയിക്കും, ഇൻഷാ അല്ലാഹ് അറിയിക്കും. നിങ്ങൾ ആഗ്രഹങ്ങൾ അത്ഭുതകരമായിട്ട് പൂവണിയുന്നതായി നിങ്ങൾക്ക് കാണാം. ഒരു മുജറബാണ് മുഅ്മിനീങ്ങളെ, അനുഭവസ്ഥർ പറഞ്ഞതാണ്. ഞാനൊരു ഉദാഹരണം മാത്രം, എനിക്കുണ്ടായ ഒരു അനുഭവം മാത്രം, ഒരു അനുഭവമല്ല, അതിൽ എനിക്കുണ്ടായ കുറെ അനുഭവത്തിൽ നിന്ന് ഒരു അനുഭവമാണ് ഇൻഷാ അല്ലാഹ് ഞാൻ പങ്കുവെച്ചത്. അങ്ങനെ ധാരാളം ആളുകൾ, കല്യാണം റെഡിയായവര് ഈ ഇസ്മിനെ ചൊല്ലി കല്യാണം റെഡിയായ ആളുകളുണ്ട്, ജോലി റെഡിയായ ആളുകളുണ്ട്. അങ്ങനെ എടുത്തു നോക്കിയാൽ ധാരാളം ആഗ്രഹങ്ങൾ പൂവണിഞ്ഞ ഒരു മഹത്താക്കപ്പെട്ട ഒരു മുജറബായിട്ടുള്ള ഒരു അമലാണ്, ഒരു ഇസ്മാണ് മുഅ്മിനീങ്ങളെ ഈ ഇസ്മ. ഇന്നത്തെ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ഈ ഇസ്മിനെ പറ്റിയാണ്, അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ അത്ഭുതകരമായിട്ടുള്ള ഇസ്മിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവേ, അത് സ്വീകരിക്കാനും ജീവിതത്തിൽ ദായിമാക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ഇസ്മ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന മുഅ്മിനീങ്ങളെ, ഹൃദയത്തോട് ചേർത്ത് വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉ ബിഹാ. അസ്മാഉൽ ഹുസ്ന വെച്ച് നിങ്ങൾ എന്നോട് ദുആ ചെയ്യ്, നിങ്ങൾ എന്നോട് തേട്, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ മുഅ്മിനീങ്ങളെ നിങ്ങൾ ചൊല്ലണം. ഒരു സമയം തിരഞ്ഞെടുത്തുകൊണ്ട് ഈ ആദത്, ഈ എണ്ണത്തിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് ഈ ഇസ്മിനെ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ, എന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ, അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യ്. അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും. അല്ലാഹു നിങ്ങളുടെ തേട്ടത്തെ അല്ലാഹു സ്വീകരിക്കണം. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ആ ഇസ്മിനെ പറ്റി പറയുന്നതിന് മുമ്പ്, ആ ഇസ്മിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നമ്മളെപ്പോഴും ഈ മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ പല ഭാഗങ്ങളിൽ നിന്നാണ് ഈ സയ്യിദിയ മജ്ലിസിലേക്ക്, പല ഭാഗങ്ങളിൽ നിന്നാണ് ധാരാളം ആളുകൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, അവരെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട്, അവരെ ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട്, പൈശാചികമായ മേഖലയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ, പല പ്രയാസത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകള്, അതിന്റെ പരിഹാരങ്ങൾ ചോദിച്ച് നമ്മുമായി ബന്ധപ്പെടുന്നവര്, അതിന്റെ കാര്യങ്ങൾ ചോദിച്ച്, അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവര്, അതിന്റെ മാർഗങ്ങൾ തേടുന്നവര്, തങ്ങൾ ഇത്തരം പ്രയാസങ്ങൾ എനിക്കുണ്ട്, ഇത്തരം ബുദ്ധിമുട്ടിലാണ്, ധാരാളം വർഷങ്ങളായി ഇത്തരം കെണി വലകളിലാണ്, ഞാൻ വലിയ പ്രയാസത്തിലും വലിയ ബുദ്ധിമുട്ടിലുമാണ്, ഇതിനൊരു സംരക്ഷണം ഉണ്ടാവാൻ, ഇതൊന്ന് വലിയൊരു സലാമത്ത് ലഭിക്കാൻ, എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്ക് നേരിട്ടൊന്ന് സമീപിക്കാനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവര്, ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത കൺസൾട്ടിംഗ് ഉള്ളത് വരുന്ന ശനിയാഴ്ചയാണ്. വീട്ടിൽ കൺസൾട്ടിംഗ് ഉള്ളത്, വീട്ടിൽ നോട്ടമുള്ളത്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സകലമാന പ്രയാസങ്ങളും ഇടങ്ങേറും അല്ലാഹുവേ നീ മാറ്റി ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ജീവിതത്തിൽ ബർക്കത്ത് നീ നിറക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഐശ്വര്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ സകലമാന ബുദ്ധിമുട്ടുകളും
ഇടങ്ങേറുകളും അല്ലാഹുവേ നീ തീർത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നീ തീർത്ത് നൽകണേ അല്ലാഹ്. ഇത്തരം പ്രയാസങ്ങൾ അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദുകൾ നീ ഹസ്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീകരിച്ച് നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഈ അത്ഭുതകരമായിട്ടുള്ള ഇസ്മ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അത്ഭുതകരമായിട്ടുള്ള ഇസ്മ ഏതാണ് എൻ്റെ മുഅ്മിനീങ്ങളെ? ഈ അത്ഭുതകരമായിട്ടുള്ള ഇസ്മ ഏതാണ്? അത്ഭുതകരമായിട്ടുള്ള ഇസ്മ ആ സഹോദരന്റെ അടുത്ത് വന്ന് പൊട്ടിക്കരഞ്ഞ് സങ്കടം പറഞ്ഞ സമയത്ത് ആ സഹോദരനോട് ഞാൻ ചൊല്ലാൻ പറഞ്ഞ അത്ഭുതകരമായിട്ടുള്ള അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അല്ലാഹുവിന്റെ 99 അത്ഭുത നാമങ്ങളിൽപ്പെട്ട ഏറ്റവും ശ്രദ്ധമാക്കപ്പെട്ട നാമം യാ വനിയു യാ അല്ലാഹ്. അതാണ് ഇസ്മ യാ വനിയു. വനി എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പന്നൻ, ഐശ്വര്യവാൻ. ഇത് അല്ലാഹുവിനോട് നമ്മൾ ഇങ്ങനെ തേടുകയാണ്. യാ വനിയു യാ അല്ലാഹ്, യാ വനിയു യാ അല്ലാഹ്, യാ വനിയു യാ അല്ലാഹ്, യാ വനിയു യാ അല്ലാഹ്, യാ വനിയു യാ അല്ലാഹ്. അല്ലാഹു എനിക്ക് സമ്പത്ത് കൊടുക്കുന്നു. നിങ്ങളെ സമ്പത്ത് കൊണ്ട് അല്ലാഹു അവനെ അനുഗ്രഹിക്കും. അല്ലാഹു സമ്പത്ത് കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കും. സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഹലാലായ മാർഗത്തിലുള്ള സമ്പത്ത് അല്ലാഹു അവനക്ക് കൊടുക്കും. സമ്പത്ത് നമുക്ക് വേണ്ടേ? സമ്പത്ത് വേണം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കാനും നമ്മളെ കാര്യത്തിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സമ്പത്ത് വേണം. അതുകൊണ്ട് യാ വനിയു യാ അല്ലാഹ്, സമ്പന്ന ഐശ്വര്യവാനായ അല്ലാഹ് എന്ന് വരുന്ന ഈ ഇസ്മിനെ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ പതിവാക്കുക. ഒരു സമയത്ത് ഇങ്ങനെ നല്ലൊരു മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് പിന്നീട് സംസാരങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാക്കാത്ത രീതിയിൽ ഈ അമൽ ചെയ്യേണ്ട വിധമാണ് ഞാൻ പറയുന്നത്. നല്ലൊരു മജ്‌ലിസിൽ ഇരിക്കുക, നല്ലൊരു സ്ഥലത്തിരിക്കുക. നല്ലൊരു സ്ഥലത്തിരുന്നു കൊണ്ട് ഒരു സംസാരമില്ലാത്ത സമയം ഇനി ഞാൻ പറയുന്നു നിങ്ങൾ ചൊല്ലേണ്ട സമയം. മഹാന്മാരൊരു സമയം ഇതിന് പറഞ്ഞിട്ടില്ല. ഇത് ചൊല്ലാൻ, ഈ ഇസ്മിനെ ചൊല്ലാൻ ഒരു സമയം വ്യക്തമാക്കിയിട്ടില്ല. ഞാൻ പറയുന്നു നിങ്ങൾ തഹജ്ജുദിന്റെ സമയത്ത്, അപ്പൊ എല്ലാരും ഉറങ്ങുന്ന സമയം, ഒരു മുഅ്മിന് മാത്രം അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി അവനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു മുഅ്മിന് മാത്രം എഴുന്നേൽക്കുന്ന സമയം തഹജ്ജുദിന്റെ സമയം. ഉറങ്ങി എഴുന്നേൽക്കുന്ന സുബ്ഹിന്റെ മുമ്പായിട്ട്, സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായി ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയം, അതാണ് തഹജ്ജുദിന്റെ സമയം. അപ്പൊ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ദുആഉം ഔറാദുകളും ദിക്റുകളൊക്കെ കഴിഞ്ഞ് ആ ഒരു ഇരുത്തത്തിൽ, അപ്പൊ നമുക്ക് ആരോട് സംസാരിക്കണ്ടല്ലോ, ആരുണ്ടാവൂലല്ലോ. നമ്മൾ ഏകനായി നിശബ്ദമായ അന്തരീക്ഷം, അല്ലേ? നിശബ്ദമായ അന്തരീക്ഷം, നമ്മൾ മാത്രം ഏകനായിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു 12,000 പ്രാവശ്യം. അപ്പൊ നിങ്ങൾ 12,000 അത്ഭുതപ്പെടണ്ട. യാ വനിയു യാ അല്ലാഹ്, ഞാൻ പറഞ്ഞ മാതിരി യാ വനിയു യാ അല്ലാഹ് അങ്ങനെ നീട്ടിപ്പരത്തി പറയുന്നു വേണ്ട. യാ വനിയു യാ അല്ലാഹ്, യാ വനിയു യാ അല്ലാഹ്, യാ വനിയു യാ അല്ലാഹ്, യാ വനിയു യാ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായിട്ട് ഒരു 12,000 പ്രാവശ്യം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റൂലേ? യാ വനിയു യാ അല്ലാഹ്, യാ വനിയു യാ അല്ലാഹ് എന്നൊരു 12,000 പ്രാവശ്യം ആ ഇരിപ്പിലണ്ട് ഇരുന്നുകൊണ്ട് നിങ്ങൾ പൂർത്തീകരിക്കുക. അപ്പൊ നമ്മളെ മുറാദ് എന്തായിരിക്കണം? അല്ലാഹുവേ എനിക്കൊരു ഖൈറായൊരു ജോലി, അല്ലെങ്കിൽ എൻ്റെ മകൻക്കൊരു ഖൈറായ ജോലി, അല്ലെങ്കിൽ എൻ്റെ മകൻക്കൊരു ഖൈറായൊരു വിവാഹബന്ധം, ഒരു ഇണ, അല്ലെങ്കിൽ എൻ്റെ മകൾക്കൊരു ഖൈറായൊരു ഇണയെ കിട്ടണം. ഒരു സ്വാലിഹത്തായ ഒരു പെണ്ണിന് എൻ്റെ മകൻക്ക് കിട്ടണം, അല്ലെങ്കിൽ ഒരു സ്വാലിഹായ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ മകൾക്ക് ലഭിക്കണം. പ്രയാസങ്ങളില്ലാതെ, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അവർ മരണം വരെ ജീവിക്കണം. യാ വനിയു യാ അല്ലാഹ് എന്ന് 12,000 വട്ടം ഒറ്റ ഇരിപ്പിലിരുന്ന് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ?
നിങ്ങൾ ചൊല്ലാൻ തയ്യാറാണ് എൻ്റെ മുത്തുമിനീങ്ങളെ. എന്നാൽ നിങ്ങളെല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു നടത്തി തരും. ഇത് ചൊല്ലി ഇരു കരങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് നിങ്ങൾ ദുആ ചെയ്യ്. അല്ലാഹുവേ, എൻ്റെ ഇന്നാലിന് ഈ ആഗ്രഹം അല്ലാ നീ നടത്തി തരണേ അല്ലാ, നീ നടത്തി തരണേ അല്ലാ. തഹജ്ജുദിന്റെ സമയത്ത് ആരും എഴുന്നേൽക്കാത്ത സമയത്ത് നമ്മൾ മാത്രം എഴുന്നേറ്റുകൊണ്ട് പൊട്ടിക്കരഞ്ഞ അല്ലാഹുവിന്റെ മുന്നിലേക്ക് പടച്ച തമ്പുരാന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ ഇസ്മിനെ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹു മടക്കും എന്ന മുത്തുമിനി. ഇല്ല ഒരിക്കലുമില്ല. ആ സമയവും നമുക്ക് ആത്മാർത്ഥത കൂടും. ഒരു ആത്മാർത്ഥ ഉള്ള ഒരാൾ മാത്രമുള്ളൂ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് ദിക്ർ ചൊല്ലാൻ തയ്യാറാവുള്ളൂ. അപ്പൊ ഞാൻ ഇഖ്ലാസ് വേണമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ സമയത്ത് ഇഖ്ലാസ് ഉള്ളവർ മാത്രമേ എഴുന്നേൽക്കുള്ളൂ. ഈ 12,000 യാ വനി യാ അല്ലാഹ് എന്ന ഈസ്മിനെ ചൊല്ലുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ എൻ്റെ മുത്തുമിനീങ്ങളെ അത്ഭുതകരമായിട്ട് നിങ്ങളെ ആഗ്രഹം പൂവടിയുന്നതായി കാണാം. ഏത് സമയത്താണെങ്കിലും നിങ്ങളത് എഴുതി വെക്ക്. എന്നിട്ട് നിങ്ങൾ ചൊല്ല്. എന്നിട്ട് ഒരു ദിവസം ഇത് പൂവണിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കമന്റ് ബോക്സിൽ തന്നെ നിങ്ങൾ അറിയിക്കണം. ഇതെന്റെ ഒരു വസിയത്താണ് നിങ്ങളോട്. നിങ്ങൾ അറിയിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുജറബാണ്. നിങ്ങൾക്ക് ആഗ്രഹം പൂവണിയുക തന്നെ ചെയ്യും. ഹലാലാണെങ്കിൽ ആ ആഗ്രഹം പൂവണിയുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെന്റെ ഒരു വസിയത്താണ്. നിങ്ങൾ എഴുതി അറിയിക്കണം. ഇൻഷാ അല്ലാഹ് പറയുന്ന മുത്തുമിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ ചെയ്യാം. ഈ അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ വനിയു യാ അല്ലാഹ് എന്ന ഈ ഇസ്മ ഒരു 12,000 വട്ടം ഒറ്റയിരുത്തത്തിൽ ഞാൻ ചൊല്ലി തീർക്കും. എന്നിട്ട് എൻ്റെ സങ്കടങ്ങളും എൻ്റെ പ്രയാസങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ മുറാദുകളും ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ അവതരിപ്പിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ മുത്തുമിനീങ്ങളെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓരോരോ കാര്യങ്ങള് അത് മുജറബാണെങ്കിൽ അവർക്ക് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവർക്ക് മുറാദുകൾ ഹാസിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ മുത്തുമിനീങ്ങളെ ഞാൻ നിങ്ങളെ അറിയിക്കും. ഈ സയ്യിദിയ മജ്ലിസിലൂടെ എൻ്റെ ഈ സയ്യിദിയം കുടുംബത്തിന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു അമല് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഇസ്മ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ദുആ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ദിക്ർ പ്രതീക്ഷിച്ചിരിക്കുന്ന എൻ്റെ മുത്തുമിനീങ്ങളോട് ഞാൻ അറിയിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ മജ്ലിസ് കൊണ്ട് എൻ്റെ മുത്തുമിനീങ്ങളെ നിങ്ങളെ എല്ലാ പ്രയാസങ്ങളും നിങ്ങളെ എല്ലാ ആഗ്രഹങ്ങളും ഈ മജ്ലിസ് കൊണ്ട് നിറവേറണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയുന്ന മുത്തുമിനീങ്ങളെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മൾ 5:30 മജ്ലിസ് വലിയ ദിക്ർ ചൊല്ലുന്ന, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന, സ്വലാത്ത് ചൊല്ലുന്ന, പിന്നീട് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ എഴുതി അറിയിച്ചവര്, മുറാദുകള് കമന്റ് സെക്ഷനിൽ എഴുതി അറിയിച്ചവരുടെ എല്ലാ മുറാദും വൈയായിട്ട് വായിച്ച് അവർക്ക് ദുആ ചെയ്യുന്ന മജ്ലിസാണ്. അതാ ഞാൻ പറഞ്ഞത് അത്ഭുതകരമായിട്ടുള്ള മജ്ലിസാണ്. എല്ലാവരുടെയും ഫോൺ വിളിച്ച് അറിയിച്ചവരുണ്ട്. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു നോട്ട് ബുക്കിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഫോൺ വിളിച്ച് ദുആ വസിയത്തുകൾ അറിയിച്ചവര്, തങ്ങളെ എനിക്ക് എഴുതാൻ അറിയില്ല, അതിൽ ടൈപ്പ് ചെയ്യാനോ ആ കമന്റിൽ എഴുതാനൊന്നും എനിക്കറിയില്ല തങ്ങളെ, ഞാൻ ഫോൺ വിളിച്ച് പറയാൻ ഇന്നാലിൻ്റെ ഒരു മുറാദുണ്ട്, ഇന്നാലിന്നൊരു മുറാദ്, നിന്റെ പേര് പറയണ്ട, ദ്വാരന്നാ മതി. അങ്ങനെ പറയുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യും. ആരെല്ലാമാണോ മജ്ലിസിലേക്ക് ദുആ വസിയത്തുകൾ അറിയിച്ചത് അവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യും. കാരണം എന്താണ്, ഞാൻ കഴിഞ്ഞ മജ്ലിസിൽ പറഞ്ഞതുപോലെ 40 ആളുകൾ സംഗമിക്കുന്ന ഒരു മജ്ലിസിൽ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന ഒരാളുണ്ട്. നമ്മളെ മജ്ലിസിൽ 40 അല്ലല്ലോ, ആയിരങ്ങള്, അത് 1000-ങ്ങളും 10,000-ങ്ങളും ആക്കേണ്ടത് നിങ്ങളെ കയ്യിലാണ്. അതാ പറഞ്ഞത് 40 ആളുകൾ പങ്കെടുക്കുന്ന മജ്ലിസിലെ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന ഒരാളുണ്ട്. 1000-ങ്ങളാണെങ്കിൽ എത്ര, 1000-ൽ എത്ര 40 ഉണ്ട്?
എത്ര ആൾക്കാരുണ്ടാവും മുഅ്മിനീങ്ങളെ, ഉണ്ടാകും. അതുകൊണ്ടാ പറഞ്ഞത് ദുആ വസിയത്തുകൾ അറിയിച്ചോളി. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ മുഅ്മിനീങ്ങളെ അവരെ മുറാദ് ഹാസിലാവാൻ. അത്ഭുതകരമായിട്ടുള്ള മജ്‌ലിസാണ്. എല്ലാവരും പങ്കെടുക്കണേ. കഴിയുന്ന ആളുകൾ 5:30 മറക്കണ്ട, സമയം മറന്നു പോകണ്ട. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ്, പ്രഭാത നിസ്കാരം കഴിഞ്ഞ്, നിങ്ങളെ ദിക്റുകളും ദുആകളും എല്ലാം കഴിഞ്ഞ് ഈ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് ആദ്യമായിട്ട് നമ്മൾ പറയുന്നത്, ചൊല്ലുന്നത്, ആദ്യമായി വിളിക്കുന്നത് മഹാന്മാരുടെ ഹദറത്തിലേക്ക്, മശായിഖന്മാരുടെ ഹദറത്തിലേക്ക് ഫാത്തിഹ വിളിച്ചു തുടങ്ങുന്ന മജ്‌ലിസ്, ഔലിയാക്കളുടെ ഹദറത്തിലേക്ക് ഫാത്തിഹ വിളിച്ചു തുടങ്ങുന്ന മജ്‌ലിസ്, പിന്നെ ദിക്റുകളും ഇസ്തിഗ്ഫാറും സ്വലാത്തുകളും ദുആ വസിയത്തുകളും വായിച്ച് പിന്നീട് എല്ലാവർക്കും കൂട്ടമായിട്ടുള്ള ദുആ. അത്ഭുതകരമായിട്ടുള്ള മജ്‌ലിസ്. എല്ലാവരും പങ്കെടുക്കുക. മജ്‌ലിസിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ അമല്, ഈ ഇസ്മിനെ മറന്നു പോകണ്ട. 12,000 പ്രാവശ്യം യാ അനിയു യാ അല്ലാഹ്, സമ്പന്നനായ അല്ലാഹ്, ഐശ്വര്യവാനായ അല്ലാഹ് എന്നൊക്കെ അർത്ഥം വരുന്ന ഈ ഇസ്മ ഇങ്ങനെ ചൊല്ലൊരു 12,000 പ്രാവശ്യം അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ, ചൊല്ലാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ജീവിതത്തിൽ ദായിമാക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, ചൊല്ലാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.